ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചൈനീസ് ഗാർഡനിലാണ്. മാൾട്ടയിലെ സൗത്ത് പാർട്ടിലുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗാർഡൻ പ്ലസ് ഒരു പാർക്കാണ് ഈ പറയുന്ന ചൈനീസ് ഗാർഡൻ എന്ന് പറയുന്നത്. മാൾട്ടയും ചൈനയുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് സിംബലൈസ് ചെയ്യാനായിട്ട് 1997 നിർമ്മിക്കപ്പെട്ട വലിയൊരു പാർക്ക് പ്ലസ് ഒരു ചൈനീസ് ഗാർഡൻ, ഒരു ഗാർഡൻ കൂടിയാണ് ഈ പറയുന്ന ചൈനീസ് ഗാർഡൻ എന്ന് പറയുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോഴേ കാണുന്നത് ഈ കാണുന്ന ഒരു ചെറിയൊരു ഫൗണ്ടെയിനാണ് കേട്ടോ. ഇതിനകത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്ത് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സിംബലൈസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ചെറിയ ഗ്യാപ്പ് കാണുന്നത് കേട്ടോ. ആ സ്റ്റെപ്പ് അതിലൂടെയൊക്കെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ആ സെൻറ്ററിൽ ചെന്ന് പിക്കൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ രണ്ട് വശങ്ങളിലും ഒരുപാട് പച്ചപ്പും മരങ്ങളും ഒക്കെ, ഒരുപാട് തണലും ഇതുപോലുള്ള ഒരുപാട് പ്രതിമകളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ പ്രതിമയുടെ ഒക്കെ എടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അവരൊക്കെ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ കുറേ വീണ വായിക്കുന്ന കുറേ ഗിറ്റാറും പണ്ടത്തെ കാലത്തെ കേട്ടോ കുറേ ആളുകളെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. നമ്മളിതേ ഉള്ളിലേക്ക് പോവുകയാണ്. ഇതാണ് യഥാർത്ഥ ചൈനീസ് ഗാർഡൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അത് പഴയ ഒരു ചൈനീസ് ഒരു സെറ്റപ്പാണ് ഇവിടെ മുഴുവൻ. ഈ കാണുന്നത് കണ്ടോ, ഒരു സിംഹത്തിൻ്റെ പ്രതിമയാണ്. നമ്മൾ ഈ ഉള്ളിലൂടെയുള്ള ഈ ഒരു വട്ടത്തിനുള്ളിലൂടെ നമ്മൾ കടന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. നമ്മൾ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ മരം നമ്മളെ അവിടെ കാത്തിങ്ങനെ നിൽപ്പുണ്ട്. നമ്മൾ ആ മരത്തിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ ഓരോ മരവും ആ ഒരു ചില മരങ്ങളുടെയൊക്കെ ആ ഒരു ഡേറ്റ് വരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴെ നമ്മൾ അതിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ആ ഒരു ചില്ലയുടെ ഒക്കെ വലിപ്പം കണ്ടോ. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ വാഴയായത് വാഴ നമ്മൾ വാഴയെ കടന്ന് നമ്മൾ മുന്നേക്ക് പോവുകയാണ്. വലതും ഇടതും ഒക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോ സ്പോട്ടുകളാണ്. ഒരു ഫോട്ടോ എടുക്കാനാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അതിനുള്ള സ്ഥലമേ ഉള്ളൂ. നമ്മളൊരു ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു 100-300 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചൈനയിൽ ചെന്ന് ഫോട്ടോ എടുത്താൽ എങ്ങനെ ഇരിക്കും, ആ ഒരു അവസ്ഥയാണ് ഇവിടെ. ഇത് കണ്ടോ, വലിയൊരു പോണ്ട് കണ്ടോ. ഈ സെൻറ്ററിൽ സമാധാനത്തിൻ്റെ സിമ്പലാണ് ഈ ഒരു പോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സമാധാനത്തിൻ്റെ സിമ്പലായിട്ടുള്ള എന്തായിരിക്കും സമാധാനത്തിൻ്റെ സിമ്പല്? താറാവ് അതുവഴി ഓടിക്കളിച്ച് നടക്കുന്നത്. ഇതുണ്ടോ, കുറച്ച് ഇത് സിംബലൈസ് ചെയ്യാനായിട്ട് കുറച്ച് മെറ്റീരിയലൊക്കെ അവിടെ കണ്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ. രാത്രി ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആകും കേട്ടോ. വൈകിട്ട് 6 മണി 6:30 വരെയൊക്കെ ഉള്ളൂ കേട്ടോ ഈ പാർക്ക്. അതിനുള്ളിൽ ഇരുട്ടായാൽ ഇവർ ലൈറ്റ് ഇടും. അപ്പോൾ നമുക്കെല്ലാം കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. രാത്രിയിൽ ചില ദിവസങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നിലേക്ക് പോവുകയാണ്. ഇവിടെ കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാൽക്കണീസ് കാണാൻ വേണ്ടി പറ്റും. ഈ ബാൽക്കണിയിൽ നിന്ന് ഈ ഫൗണ്ടെയിനിലേക്ക് നോക്കുന്നൊരു കാഴ്ച നമ്മളൊരു യൂറോപ്യൻ കൺട്രിയായ മാൾട്ടയിൽ നിൽക്കുകയാണ്, നമ്മൾ മറന്നു പോകും. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആംബിയൻസ് കണ്ട ആരെങ്കിലും പറയുമോ? ഇത് നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചൈനയിലേക്ക് എത്തിപ്പെട്ട ഒരവസ്ഥയാണ് നമ്മളിവിടെ വരുമ്പോൾ, ഈ ഒരു ഗാർഡൻ വരുമ്പോഴത്തേനും നമുക്ക് തോന്നുന്നത്. ഇതുണ്ടോ, പോകുന്ന വഴിക്കെല്ലാം ചെറിയ ലൈറ്റപ്പ് ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, എല്ലാ സ്റ്റോൺസും പഴയ കാലത്തെ കല്ലുകളൊക്കെ വെച്ച് ചൈനീസ് ആർക്കിടെക്റ്റുമാർ നിർമ്മിച്ച ഒരു വലിയ ബിൽഡിംഗ്, ഒരു സമുച്ചയമാണ് കേട്ടോ. ബിൽഡിംഗ് സമുച്ചയം ഇൻ ദ സെൻസ് ഈ ഒരു കല്ലും ഒക്കെ വെച്ച് നിർമ്മിച്ചാണ് കേട്ടോ. ഇത് പണ്ടത്തെ ഒരു ഓഫീസാണ് കേട്ടോ. അതായത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചൈനയിലെ ഒരു ഓഫീസാണിത് കേട്ടോ. കുറേ ചൈനീസ് ലെറ്റേഴ്സ് ഒക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ നമുക്ക് നിന്ന് ഈ മുമ്പിലേക്ക് നോക്കുമ്പം നേരെ മുമ്പിലായിട്ട് ഇങ്ങനെ ഈ ഒരു പോണ്ട് കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോണ്ട്. ഇതുകൊണ്ടോ കുറേ ചൈനീസ് ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാനിത് മുമ്പിലേക്ക് പോവുകയാണ്. ഇത് റൈറ്റ് എടുത്ത് നമ്മൾ സെൻറ്ററിലേക്ക്, അതായത് ഈ ഒരു ചൈനീസ് ഗാർഡൻ്റെ സെൻട്രൽ പോർഷനിലേക്കാണ് നമ്മളിപ്പം പോകാൻ വേണ്ടി പോകുന്നത്. ഈ സെൻട്രൽ പോർഷനിൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഈ തറവാട് വീടുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന പോലെ ഒരു നടുമുറ്റം പോലെ ഒരു ഭാഗമുണ്ട് കേട്ടോ. ഈ ഒരു നടുമുറ്റത്തിൻ്റെ മുകളിലായിട്ട് കണ്ടോ ഒരുപാട് ബലൂൺസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതാ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഓഫീസിൻ്റെ ബാക്ക് വശം കേട്ടോ. ഒരുപാട് കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ ഓടിക്കളിച്ച് സ്കേറ്റിങ്ങും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ കണ്ടോ ബലൂണിൻ്റെ ഒക്കെ കളർ വ്യത്യാസം തന്നെ കണ്ടോ. ഇങ്ങനെ രസമാണെന്ന് നോക്കിയാൽ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനിലേ ഇതൊക്കെ വരുമ്പോഴത്തേനും വല്ലാത്തൊരു ഭംഗിയാണ് ഈ ഒരു നടുമുറ്റം, ഈ ഒരു നടുവിലെ ഭാഗത്തിന് ഇത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ചെറിയ സ്റ്റെപ്പ് കയറി നമുക്ക് മുന്നിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇത് ഒരു സ്ട്രെയിറ്റ് അറേഞ്ച്മെൻ്റ് അല്ല കേട്ടോ. ഇത് പല തട്ടുകളായിട്ട് നിൽക്കുന്ന പോലെയാണ് ഈ ഒരു ഗാർഡൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് കല്ലൊക്കെ ഇട്ടിരിക്കുന്നത് നോക്കിയേ, കറക്റ്റ് ആ ഒരു പോർഷനിൽ അതേ ആർക്കിടെക്ചർ അറേഞ്ച്മെൻറ്റിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് ചെയ്തവനെ നന്നായിട്ട് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റൊരു ഓഫീസാണ് കേട്ടോ. ഇത് ഓഫീസാവാം, പണ്ടത്തെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവരുപയോഗിച്ചിരുന്ന പല സംവിധാനങ്ങളുമാകാം. ഇതിനുള്ളിലേക്ക് ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം ഒന്ന് നോക്കി കേട്ടോ. ഇതിനുള്ളിൽ കുറച്ച് ചെയറുണ്ട്,
പിന്നെ ഒരു ടേബിളുണ്ട്, പിന്നെ ഒരു കെറ്റിലൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ മീറ്റിങ്സ് ഒക്കെ വരുമ്പോഴത്തേനും അവർക്കതിൽ കൂടാം. ഈ പുറത്ത് കണ്ടോ, വെറുതെ ഒരു ചെയറും ഒരു ടേബിളും അല്ല, 3 നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലെയുള്ള കുറച്ച് ഇരിക്കാനുള്ള സംവിധാനങ്ങളാണ്. അതും കുറച്ച് കളർഫുള്ളാണ് കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. വീണ്ടും പോകുന്നതിനനുസരിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് ആദ്യം മുതലേ ഈ പാർക്കിൽ എൻ്റർ ആയപ്പോഴേ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫോട്ടോയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലൊരു ഫോട്ടോ, നല്ല അടിപൊളി ഒരു ഫോട്ടോ ഇതിനുള്ളിൽ വന്നാൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. ഭയങ്കര രസമാണ് ഇതിനകത്ത് ഓരോ ഏരിയയും. നമ്മളിപ്പോൾ ഏറ്റവും അറ്റത്താണ് കേട്ടോ, അതായത് ഈ ഒരു ചൈനീസ് ഗാർഡൻ്റെ ഏറ്റവും അറ്റത്തെ സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു തൂണിൻ്റെ വലിപ്പമൊക്കെ കണ്ടോ. നമ്മൾ തിരിച്ചു പോകുന്നത് ഈ പാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് കേട്ടോ. നമ്മൾ വന്ന ആ ഒരു ഏരിയയിൽ കൂടെ, നമ്മൾ വന്ന റൈറ്റ് സൈഡിൽ കൂടെയായിരുന്നു. നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മൾ തിരിച്ച് മുമ്പിലേക്ക് പോവുകയാണ്. ഒരു 2 ആൾക്ക് ഒരുമിച്ച് നടന്നു പോകാൻ കുറച്ച് പാടുള്ള ഒരു ഇടവഴി പോലൊരു സംവിധാനമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും കണ്ടോ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇത് നമ്മൾ വീണ്ടും ആ ഒരു സെൻട്രൽ പോർഷനിൽ ഓപ്പോസിറ്റ് വന്നിരിക്കുകയാണ്. ഇത് കണ്ടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കൊങ്ങിണിപ്പൂ എന്ന് പറയും. ഈ നിൽക്കുന്ന ഈ പൂ കണ്ടോ, ഇത് കൊങ്ങിണിപ്പൂ എന്ന് പറയും. അത് മാൾട്ടയിൽ, അതായത് ചൈനക്കാർ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ഈ ചെടിയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ ഉണ്ടല്ലോ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ കാണുന്നൊരു പൂ. ഇത് കണ്ടോ, ഈ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടോ, അതിൻ്റെ സൈഡ് എഡ്ജൊക്കെ ഇരിക്കുന്നുണ്ടോ, കറക്റ്റ് നമ്മൾ ഈ പണ്ട് ജാക്കി ചാൻ്റെ ഒക്കെ കാർട്ടൂണിൽ ഓരോ ബിൽഡിംഗ് ഒക്കെ ഇരിക്കില്ലേ, ആ ഒരു സ്റ്റൈലിൽ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കിവിടെ വന്ന് ഭയങ്കരമായിട്ട് തോന്നി കേട്ടോ. നമ്മൾ ഈ സ്കൂളൊക്കെ വിട്ട് വന്നപ്പോഴത്തേനും ജാക്കി ചാൻ്റെ കാർട്ടൂൺ കാണുമ്പോഴത്തേനുമേ അതിനകത്തുള്ള കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ അത് മാത്രമല്ല ഒരുപാട് ജാക്കി ചാൻ്റെ ഒറിജിനൽ ജാക്കി ചാൻ്റെ പണ്ടത്തെ പടങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. അതിനകത്തൊക്കെ ഇങ്ങനെയാണ്. ബിൽഡിങ്സിൻ്റെ ഒക്കെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഒരു വല്ലാത്തൊരു ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ വരുമ്പോഴത്തേക്കും കേട്ടോ. താറാവ് ഇപ്പോഴും കുളിച്ച് തീർന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ കുറച്ചും കൂടെ ഈ ഒരു പോണ്ടിനോട് ചേർന്ന്, നമ്മൾ മുമ്പേ ഒരു ബാൽക്കണിയിൽ നിന്നല്ലേ ഈ പോണ്ട് കണ്ടത്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ചെറിയൊരു പാലം, ഒരു കുഞ്ഞി പാലം, ആ പോണ്ടിനെ കവർ ചെയ്തുകൊണ്ടുള്ളൊരു കുഞ്ഞി പാലം നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേനും കാണാൻ വേണ്ടി പറ്റും. ഇത് കണ്ടോ, ഒരുത്തൻ നോക്കുന്നുണ്ടോ മുകളിലേക്ക്, അവിടെ എന്നാ ഈ കാണുന്നേ കണ്ടാ, താറാവ് ദേഹം ശരിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക, കൊച്ചു കള്ളൻ. ഇവിടെ നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോവുകയാണ്. ഇതുണ്ട് റൈറ്റ് സൈഡിൽ കണ്ടോ, ഇവിടെ നോ ഡൈവിങ്ങിൻ്റെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വീണ്ടും ഒരു മരം കാണാൻ വേണ്ടി പറ്റും, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആളുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇത് ഓരോ രാജാക്കന്മാരുടെ ഓർമ്മകൾക്കൊക്കെ ആയിട്ട് ഇവർ നിർമ്മിച്ചിട്ടുള്ള ഓരോരോ മോണുമെൻ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും കേട്ടോ. സ്റ്റോൺ വെച്ച് തന്നെയാണ് കേട്ടോ, വേറെ കോൺക്രീറ്റോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, എല്ലാം സ്റ്റോൺ വെച്ച് തന്നെയാണ്. പിന്നെ വുഡൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഗാർഡൻ കഴിഞ്ഞിട്ട് ഒരു പാർക്കിൻ്റെ, അതായത് ഈ ചൈനീസ് ഗാർഡൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു പാർക്കിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇദ്ദേഹം പണ്ടത്തെ കാലത്തെ ഒരു ചൈനീസ് അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. ആ ഒരു മഗ്ഗിൻ്റെ സ്റ്റൈലൊക്കെ ഉണ്ട്, താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്. പണ്ടത്തെ കാലത്ത് ചൈനയിൽ ഇങ്ങനെയൊക്കെയായിരുന്നു ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ മറ്റൊരാളെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്ത്രീ എന്തോ മുടി അറേഞ്ച് ചെയ്യുന്ന എന്തോ ഒരു പ്രധാനപ്പെട്ട പണിയിലാണ്. അപ്പോൾ അതിൻ്റെ താഴെ കണ്ടോ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ സംഭവം എന്നുള്ളത്. പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, വാഷ്റൂംസ് എല്ലാം 2 സൈഡിലും ഉണ്ട്, അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. അത് സന്ദർശിക്കാൻ വരുന്ന ആളുകൾക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന കുറച്ച് ഫീച്ചേഴ്സൊക്കെയാണ് കേട്ടോ. ഇതുകൊണ്ട് ചെറിയൊരു മോണുമെൻ്റ് കണ്ടോ, ഇത് ഒരു കൈ ഇങ്ങനെ ഉള്ളംകൈ ഇങ്ങനെ മലർത്തി ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു റെഡ് ഉള്ളംകൈയാണ് കേട്ടോ. അത് ഇവിടുത്തെ ആരുടെയൊക്കെയോ ഓർമ്മപ്പെടുത്താനായിട്ട് ഇവർ നിർമ്മിച്ചിരിക്കുന്ന മോണുമെൻറ്റുകളാണ്. ഇങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, പണ്ടത്തെ കാലത്ത് ചൈനീസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ, ഇത് കേട്ടോണം. ഇപ്പം എൻ്റെ മ്യൂസിക്കൽ കഴിവ് അപ്പോൾ അതിലെൻ്റെ കഴിവ് ഞാൻ തെളിയിച്ചു കേട്ടോ. നമ്മൾ ഇത് അടുത്തൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിലേക്ക് പോയിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടെ കളർഫുൾ ആണ് കേട്ടോ, നോക്കാം. അത് കഴിഞ്ഞു മറ്റൊരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിൻ്റെ ഒന്നും പേരറിയത്തില്ല കേട്ടോ, ഇതിന് പേരോ മെൻഷനോ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല. ഇത് നമുക്ക് നോക്കാം കേട്ടോ. ഈ പാർക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജനത്തിരക്ക് ഭയങ്കര കുറവാണ്. നമ്മൾ മാൾട്ടയിൽ ഏതൊരു ഏരിയയിൽ പോയാലും, മാൾട്ടയിൽ എന്നല്ല ഇപ്പം തന്നെ യൂറോപ്യൻ കൺട്രി എവിടെ പോയാലും
നല്ല തിരക്കാണ്. ഈവൻ ഒരു സ്മോൾ പാർക്കിൽ പോലും ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ ഇവിടെ ഒരു തരത്തിലുള്ള ശല്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര കാമായിട്ട് നമുക്ക് വന്നിരിക്കാം. ഭയങ്കര ക്രിയേറ്റീവായിട്ടൊക്കെ തിങ്ക് ചെയ്യുന്നവർക്ക് പറ്റുന്നൊരു ഏരിയയാണ്. ഇത് കണ്ട ഈ ഈ ഒരു ആളിവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പ്രതിമയിൽ. ഐ മീൻ അതല്ല, ആ പ്രതിമ എന്തോ ചെയ്യുന്നുണ്ട് അവിടെ, കാര്യമായിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ മാറിയിരിക്കുക കേട്ടാ. ഇവിടെ പിന്നെ കുറച്ചും കൂടെ അത്ര ക്രൗഡില്ല കേട്ടോ. നമ്മൾ ബാക്കിയുള്ള മാൾട്ടയിലെ ഏരിയയിലൊക്കെ പോകുകയാണെങ്കിൽ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും, സിറ്റി സൈഡൊക്കെ ഓരോ പാർക്കിലൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ. പക്ഷേ ഇത് കുറച്ച് മാറിയിട്ടാണ്, മെയിൻ സിറ്റിയിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ടാണ്. അത് മാത്രമല്ല ഇവിടെ വന്നാൽ കുറച്ച് സമാധാനമാണ്, വലിയ ആൾത്തിരക്കില്ല. പിന്നെ ഇവിടെ താഴെ നമുക്ക് ഇതുണ്ടോ, ഞാൻ ഓപ്പോസിറ്റ് കാണിച്ചു തരാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ബിൽഡിങ്സ് കാര്യങ്ങൾ. ഇത് ഉയർന്നൊരു സ്ഥലത്താണ് ഇതിരിക്കുന്നത്. അവിടെ ഒരു പള്ളിയുടെ ഇതുണ്ടോ, പള്ളിയുടെ മേൽഭാഗം ഉയർന്നു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുറച്ച് നേരം കൂടെ ഇങ്ങനെ സമാധാനത്തോടെ ഇരുന്നിട്ട് നമുക്ക് പിരിയാം.